തട്ടുകളിൽ നിറയുന്ന നാരങ്ങാ വിളക്കുകൾ തടസ്സവും അനിഷ്ടവും അഗ്നിയിൽ നശിക്കുന്നുവെന്ന ശക്തമായ സങ്കല്പം. ദേവീപ്രീതി ലഭിക്കുന്നതിനും വർദ്ധിപ്പിക്കുന്നതിനുമായിട്ടാണ് ഇങ്ങനെ നാരങ്ങാ വിളക്ക് തെളിയിക്കുന്നതെന്ന് പറയപ്പെടുന്നു. വഴിപാടുകളിൽ പ്രധാനമാണ് നാരങ്ങാ വിളക്ക്. രാഹുദോഷ പരിഹാരത്തിനായും അതുവഴി വിവാഹ തടസ്സം മാറാനും മാത്രമല്ല, ഉദ്ദിഷ്ടകാര്യസിദ്ധി ആഗ്രഹിച്ചും ഭക്തർ ദേവീക്ഷേത്രങ്ങളിൽ ഈ വഴിപാട് സമർപ്പിക്കുന്നു. ഹോമം നൽകുന്ന ഫലമാണ് ചൊവ്വയും വെള്ളിയും ദിവസങ്ങളിൽ നാരങ്ങാ വിളക്ക് തെളിയിക്കുന്നതിലൂടെ ലഭ്യമാകുന്നതെന്നാണ് വിശ്വാസപ്രമാണം. നാരങ്ങ നേർപകുതിയായി മുറിച്ച് നീര് കളഞ്ഞതിനു ശേഷം പുറന്തോട് അകത്തു വരും വിധം തിരിച്ച് അർദ്ധഗോളാകൃതിയിലാക്കി നെയ്യോ നല്ലെണ്ണയോ ഒഴിച്ച് വിളക്ക് കത്തിക്കാം. നാരങ്ങാ വിളക്കിന്റെ എണ്ണം ഒറ്റ സംഖ്യയായിരിക്കണം. 5, 7, 9 എന്നിങ്ങനെയാണ് കണക്ക്. അമ്ലാംശമുള്ള നാരങ്ങയിൽ എണ്ണയോ നെയ്യോ കത്തുമ്പോൾ ഭക്തരിലുള്ള ഋണോർജം, നെഗറ്റീവ് എനർജി ഇല്ലാതാവുന്നുവെന്നും ദേവീകൃപ ലഭ്യമായി ഉദ്ദിഷ്ടകാര്യം സാധിക്കുന്നുവെന്ന് ആണ് വിശ്വസിക്കപ്പെടുന്നത്. ദേവീക്ഷേത്രത്തിൽ നാരങ്ങാ വിളക്ക് തെളിയിക്കുന്നതോടൊപ്പം ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ഉത്തമമാണ്. ആറ്റുകാലമ്മയുടെ തിരുമുമ്പിൽ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ നാരങ്ങാ വിളക്ക് തെളിയിച്ച് അമ്മയുടെ അനുഗ്രഹം നേടാനുള്ള ഭക്തരുടെ സാന്നിധ്യം തന്നെ മനസ്സ് ശുദ്ധീകരിക്കുന്ന കാഴ്ചയാണ്.